ഒരു ചാപ്റ്ററിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അവരുടെ മരണാനന്തര ക്രിയകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡയറിങ് ആണ്. ഹലോ, അപ്പം എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ നാളുകൾ കൊണ്ട് കാത്തിരുന്നൊരു ബുക്കാണ്. കാരണം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ നിസാർ ഹെൽത്ത് മിഷന്റെ അദ്ദേഹം എഴുതിയ ബുക്കാണ്. അപ്പം ഞാൻ കുറേ നാളായി കാത്തിരിക്കുകയാണ്. അപ്പം ഇതിൽ ഞങ്ങളുടെ ലൈഫും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് ഓപ്പൺ ആക്കുകയാണ്. അഗർത്ത. അപ്പം ഒരു പേജ് ഇങ്ങനെയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പോട് കൂടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഡിയർ രാജരഞ്ജിനി, അത് നീയായിരുന്നു. അഗർത്ത, സ്നേഹപൂർവം. അപ്പം എല്ലാവരും വായിക്കില്ലേ? ഇത് ഞങ്ങളുടെ ലൈഫും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ എല്ലാവരും വായിക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും ഞാൻ ഇത് ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതാണ്. മരണാനന്തര ക്രിയകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡയറിങ് ആണ്. ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, ഒരു ഹിജഡയുടെ ശവം ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അത് മനുഷ്യന്മാരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ അത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതായത് മനുഷ്യന്മാരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഒരു ഹിജഡ, അപ്പൊ അവർ മനുഷ്യരല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അതിലെ പരാമർശം പോകുന്നത്. എന്നിട്ട് അവരെ ദഹിപ്പിക്കുന്നത് ഇവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ്. കാരണം ഈ ഒരു ഹിജഡയുടെ ജഡം കൊണ്ടുപോകുന്നത് ഒരു പുരുഷൻ കണ്ടു കഴിഞ്ഞാല് അയാളുടെ അടുത്ത ജന്മം അയാൾ ഒരു ഹിജഡയായിരിക്കും. സോ ഇനി ഒരു ജന്മം, ഇതുപോലത്തെ ഒരു ജന്മം ഇനി ഒരാൾക്കും ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ഹിജഡകൾ എന്ത് ചെയ്യും, എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നിട്ട് രാത്രിയിലാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അതില് പറയുന്നുണ്ട്, അവരെ 2 മുളങ്കാലുകളിൽ കെട്ടിങ്ങനെ നടത്തിച്ചിട്ട് അവരുടെ ചെതയിലേക്ക് കൊണ്ട് പോവുക ചെയ്യാം. പോകുന്ന വഴിക്കൊക്കെ അവരെ ഇങ്ങനെ മുളങ്കോല് കൊണ്ട് ഭയങ്കരമായിട്ട് തല്ലും, തുപ്പും, അവരെ ചെരുപ്പെടുത്ത് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഈ ഒരു ജന്മത്തോടെ നീ പിറക്കരുത്, അടുത്ത ജന്മം പൂർണ്ണതയുള്ളൊരു സ്ത്രീയായി ജനിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇത് ഇപ്പോൾ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല. ഐ മീൻ ഒറിജിനൽ ഹിജഡ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു കാലത്ത് ഈ ഒരു സിസ്റ്റത്തിലൂടെ ആയിരുന്നു അത് ക്രിമേഷൻ കൊണ്ടുപോയിരുന്നത്.